പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ RSS മേധാവി ശ്രീ മോഹൻ ഭഗവത് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വളരെ ആകർഷകത്വം നിറഞ്ഞ പ്രസ്താവനകൾ ഇറക്കാറുണ്ട്. അതൊന്നും മുഖവിലക്കെടുക്കുന്ന ഒരാളല്ല എങ്കിൽ തന്നെയും അദ്ദേഹം ഈ അടുത്ത് നമ്മുടെ പ്രധാനമന്ത്രി മോദിജിയെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു. അത് എന്നെ വല്ലാതെ ആകർഷിച്ചു. നിങ്ങൾ നിഷ്കാമ കർമ്മം ചെയ്യണമെന്നാണ് അദ്ദേഹം BJP നേതാക്കളോട് ആവശ്യപ്പെട്ടത്. എന്താണ് ഈ നിഷ്കാമ കർമ്മം? ഫലേച്ഛ കൂടാതെ, പ്രതിഫലം പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ കർമ്മങ്ങൾ ചെയ്യണം. രാഷ്ട്രകർമ്മങ്ങൾ, രാഷ്ട്രസേവ, രാഷ്ട്രീയ സ്വയം സേവക്. എനിക്ക് പണ്ടേ ഉള്ള ഒരു സംശയം, നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ ജനത്തോടുള്ള പ്രതിപത്തിയും അവരെ നന്നാക്കാനുള്ള ഉദ്യമ ശ്രമങ്ങളും ഒക്കെ, അത് ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് കേരള കോൺഗ്രസിനകത്തെ പടലപ്പിണക്കങ്ങളും ഇങ്ങനെ പിളർപ്പുകളും വളരും തോറും വളരുകയും, അതിൽ നിന്ന് ഞാൻ ആലോചിച്ചത്, ഇങ്ങനെ ഒരു വിഭാഗം ആളുകൾ, ഒരു കൂട്ടം നേതാക്കൾ ജനങ്ങളെ മത്സരിച്ചുകൊണ്ട് സേവിക്കാനായിട്ട് രംഗത്തുണ്ടല്ലോ എന്ന ഉൾപ്പുളകിതമായ ഒരു ആലോചന അന്ന് എനിക്കുണ്ടായി. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എനിക്കുണ്ടായ ഒരു സംശയം എന്ന് വേണമെങ്കിൽ പറയാം. എന്തെന്ന് ചോദിച്ചാൽ, എന്തിനു വേണ്ടിയാണ് ഇവർ ഇത് ചെയ്യുന്നത്? ഈ ഇടയ്ക്ക് നമ്മുടെ മൈത്രേയൻ ഒരു കാര്യം പറഞ്ഞു. രാഷ്ട്രീയ പ്രവർത്തകർക്ക് സർക്കാർ ശമ്പളം കൊടുക്കണം. അതിന് ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്തിനു അദ്ദേഹം പറഞ്ഞു എന്ന് ചോദിച്ചാൽ, അവർ അഴിമതിക്കാരായി തീരരുത്, അതിനു വേണ്ടിയിട്ടാണ്. അപ്പം അവർക്ക് ജീവിക്കാനുള്ള ഉപാധി ഇല്ലെങ്കിൽ ആ ഉപാധി അവർ മറ്റേതെങ്കിലും രീതിയിൽ കൂടി നേടിയെടുക്കും എന്നുള്ളതാണ്. എനിക്ക് രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ആവശ്യങ്ങളുമായി പാർട്ടിയെ സമീപിച്ച വേളയിലൊക്കെ എനിക്ക് നല്ല ഫലങ്ങളല്ല ഉണ്ടായിട്ടുള്ളത്. ഇപ്പം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒന്നുമല്ല, ഒരു പത്രമെടുക്കുക, അല്ലെങ്കിൽ സംഭാവന തരിക, അങ്ങനെയൊക്കെ എന്നെ സമീപിക്കുമ്പോൾ ഞാൻ അകമഴിഞ്ഞ് ചെയ്യാവുന്നതിൻ്റെ പരമാവധിയൊക്കെ ചെയ്തിട്ടുണ്ട്. തിരിച്ചിങ്ങോട്ട് നമ്മൾ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അനുഭവം അത്രയ്ക്ക് സുഖകരമാണെന്നുള്ള തോന്നൽ ഉണ്ടായിട്ടില്ല. ഒരു സുഹൃത്ത്, ഒരു സഖാവ്, നല്ല പരിചയമുള്ള ആളാണ്. ഞാൻ കോർപ്പറേഷൻ ഓഫീസിൽ ഒരിക്കൽ പോയപ്പോൾ അദ്ദേഹം എന്നെ നോക്കി നടന്നു വരികയാണ്. എന്നെ കണ്ട മാത്രയിൽ അദ്ദേഹം ഒരു എബൌട്ട് ടേൺ അടിച്ച് കാണാത്ത രീതിയിൽ തിരിച്ചുപോയി. അപ്പം ഞാൻ ആലോചിച്ചു, എന്താ അദ്ദേഹം ഇങ്ങനെ ചെയ്തത്? എനിക്ക് വ്യക്തമായി ബോധ്യമായി, എന്നെ കണ്ടിട്ടാണ് അയാൾ തിരിച്ചു പോയത്. അപ്പം എന്നെ സഹായിക്കാനുള്ള വിമുഖത. അതേ കോർപ്പറേഷൻ ഓഫീസിൽ യുക്തിവാദി സംഘത്തിൽപ്പെട്ട ഒരു സുഹൃത്ത് ജോലിയെടുക്കുന്നുണ്ടായിരുന്നു. അയാളെ ഞാൻ സമീപിച്ചുകൊണ്ട് എൻ്റെ കാര്യം നടത്തുന്ന ക്ലാർക്കിനോട് ഒരു ശുപാർശയ്ക്ക് വേണ്ടി പറയാൻ പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, നിങ്ങളുടെ ഈ ശുപാർശയുമായി അവിടെ പോയാൽ അവൻ എന്നെ സംശയിക്കും. നിങ്ങൾക്ക് കിട്ടാനുള്ള കാശ് ഞാൻ വാങ്ങിയെടുത്തു എന്നവൻ സംശയിക്കും. അതുകൊണ്ട് കൊടുക്കാനുള്ളത് കൊടുത്ത് കാര്യങ്ങൾ നടത്തിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും രാഷ്ട്രീയക്കാരുടെയും എന്തിന്, ഞാൻ എന്നെ സേവിക്കുന്നവനാണ്. എൻ്റെ സേവനത്തിൻ്റെ അപ്പുറമേ ഉള്ളൂ മറ്റു സേവനങ്ങൾ സമയം കിട്ടിയാൽ. അങ്ങനെ സേവിക്കാൻ സമയം കിട്ടാത്ത ഒരാളുമാണ് ഞാൻ. എന്നെപ്പോലെ തന്നെയാണ് ഞാൻ മറ്റുള്ളവരെ കണക്കാക്കുന്നതിൽ നിന്ന് എന്നെ കുറ്റം പറയുക. അപ്പം ഈ രാഷ്ട്രീയ നേതാക്കളൊക്കെ നിഷ്കാമ കർമ്മം ചെയ്യുന്നവരാവും, സ്വയം സേവകരാണ്? വല്ലാത്തൊരു ചോദ്യമാണ് അത്. രാഷ്ട്രത്തിനു വേണ്ടി സ്വയം
സേവനം ചെയ്യുന്നവരാണ്. ഇത് ഞാൻ ചോദിക്കാനുള്ള കാരണം, ഇപ്പോഴ് നമ്മുടെ BJPക്കകത്ത് അവരാണല്ലോ ഈ സ്വയം സേവകരിൽ മുമ്പിൽ നിൽക്കുന്നത്. ആരും പിന്നിലല്ല, ഒരു മനുഷ്യരും അക്കാര്യത്തിൽ പിന്നിലല്ല എന്നുള്ള കാര്യം അടിവരയിട്ട് തന്നെ പറഞ്ഞിട്ട് ഞാനിവിടെ ഉദാഹരിക്കാൻ വേണ്ടി തൽക്കാലം എടുക്കുന്നത് നമ്മുടെ BJPയുടെ രാഷ്ട്രീയ നേതാക്കളെ തന്നെയാണ്. ഇവരാരും നിഷ്കാമകർമ്മം ചെയ്യുന്നവരല്ല എന്ന് എൻ്റെ സംസാരത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ കൊള്ളാം. അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ നാടകത്തിൽ അഭിരമിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന കാണിയായിട്ടേ ഞാൻ കണക്കാക്കുകയുള്ളൂ. നമുക്ക് നമ്മുടെ നല്ല നടൻ, ഈ നടൻ എന്ന് പറഞ്ഞപ്പോൾ നസറുദ്ദീൻ ഷാ, അദ്ദേഹം ഹിന്ദിയിലെ ഒരു പ്രശസ്തമായ താരമാണ്. അദ്ദേഹം കരൺ താപ്പറുമായുള്ള ഒരു ഇൻ്റർവ്യൂവിൽ എന്നെക്കാളും മികച്ച നടനാണ് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി എന്ന് പറയുകയുണ്ടായി. എന്തുകൊണ്ടും ശരിയാണ്. ഏതു തരത്തിലും അഭിനയിച്ചു പൊലിപ്പിക്കാൻ കഴിവുള്ള ആളുകളാണ് രാഷ്ട്രീയ നേതാക്കൾ. അതിനാണ് ഈ PR വർക്ക്സ്, പബ്ലിക് റിലേഷൻസ് വർക്ക്. അവർ പറയുന്നത് പോലെ അഭിനയിച്ച് പെരിപ്പിച്ച് പൊലിപ്പിച്ച് കാണിച്ച് നമ്മളെ വിശ്വസിപ്പിക്കുന്നതിൽ അവർ ബഹുമിടുക്കന്മാരാണ്. അവരുടെ 7 അയലത്ത് നമ്മൾ വരില്ല. പണ്ടൊക്കെ ഞാൻ TV ചർച്ചകൾക്ക് പോകുമായിരുന്നു. അപ്പോഴൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകൾ വന്ന് സംസാരിക്കുന്നത് കാണുമ്പോൾ അവരുടെ കൗശലമുണ്ടല്ലേ, കാക്കയുടെ കൗശലം പോലെയാണ്. പിടികൊടുക്കാതെ പറയേണ്ടത് പറഞ്ഞ്, പറയാൻ പാടില്ലാത്ത പറയാതിരിക്കാനുള്ള, ഈ കാക്ക ഇരയെടുക്കുമ്പോൾ അങ്ങനെ വളരെ സൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടൊരു കൗശലത്തോടുകൂടി കാക്ക കൗശലം എന്ന് പറയും. ഈ കാക്ക കൗശലമുള്ള ആളുകളാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ. ഇവരെ നോക്കിയാണ് നമ്മുടെ മോഹൻ ഭഗവത് പറയുന്നത്, നിഷ്കാമകർമ്മം ചെയ്യണം, പ്രതിഫല കാംക്ഷിക്കാതെ നിങ്ങൾ സ്വയം സേവകരായി മാറണം. അങ്ങനെ സ്വയം സേവകനായി മാറിയ ഒരു മുന്തിയ ഇനമാണ് നമ്മുടെ സുരേഷ് ഗോപി. സിനിമയിൽ നന്നായി തകർത്തഭിനയിച്ചു. ഞാൻ പോലും അദ്ദേഹത്തിൻ്റെ ആരാധകനാണ്. അങ്ങനെ ആവശ്യത്തിൽ പണവും പ്രശസ്തിയും കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് ഒരു അധികാര കൊതിയുണ്ടായി. തമിഴ്നാട്ടിൽ ദ്രാവിഡ കഴകം അല്ലെങ്കിൽ ദ്രാവിഡ മുന്നേറ്റ കഴകം DMK, അവർ MGRനെ ഉപയോഗിച്ചുകൊണ്ട്, സിനിമാ താരമായ MGRനെ ഉപയോഗിച്ചുകൊണ്ട് ആ പാർട്ടി നന്നായി വളർത്തി. ആദ്യഘട്ടത്തിൽ ശിവാജിയും ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ MGRന് തോന്നി, അവർ എന്നെ ഉപയോഗിക്കുന്നതിന് പകരം ഞാൻ തന്നെ എന്നെ ഉപയോഗിച്ചാലോ. നമുക്കിപ്പം സുരേഷ് ഗോപിക്ക് തോന്നിയതുപോലെ. അങ്ങനെ MGR രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയും അതിനനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായി വന്നപ്പോൾ DMKയുടെ അഴിമതിയും പറ്റും. മരിക്കുവോളം MGR തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? അഭിനയിക്കാനുള്ള മികവും കഴിവും തന്നെയാണ്. അഭിനയത്തിൻ്റെ മികവും കഴിവും ഇന്ത്യയിൽ ശരിക്കും വിറ്റുപോകുമെന്നുള്ളതാണ്. അത്രയ്ക്കും നമ്മൾ കഴുതയുടെ പാത്രമാരാണ്, ഞാൻ ഉൾപ്പെടെ. അപ്പം MGRൻ്റെ കാലശേഷം ജയലളിത, അവരുടെ കഴിവെന്താണ്? MGRൻ്റെ കൂടെ അഭിനയിക്കാൻ കഴിവുണ്ട്. താരമായി, പെൺ താരമായി നിറഞ്ഞാടി ജനമനസ്സുകൾ കുടിയേറി. അമ്മയുടെ പേരിൽ ഇല്ലാത്ത ഒരു കാര്യവുമില്ല, എല്ലാം അമ്മമയം. നമ്മുടെ പന്നീർശെൽവം പൊതുയോഗങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അമ്മയുടെ കാൽക്കൽ പരസ്യമായി വീഴുന്ന ഒരു രംഗം എൻ്റെ മനസ്സിൽ നിന്നും മായാതെ നിൽക്കുന്നുണ്ട്. അങ്ങനെ പലരും മത്സരിച്ചാണ് അമ്മയുടെ കാലിൽ വീഴുന്നത്. അമ്മ മരിക്കുവോളം പുരട്சி തലൈവി, മറ്റു പുരട്சி തലൈവറായിരുന്നു.
പുരട്ചി വിപ്ലവം, വിപ്ലവ നായകനും വിപ്ലവ നായികയും മരിക്കുവോളം മുഖ്യമന്ത്രിയുമായി ആയി തുടങ്ങി. ഇത് കണ്ടിട്ട് പൂതി തോന്നിയാണ് നമ്മുടെ NT രാമറാവു തെലുങ്കുദേശം പാർട്ടി ഉണ്ടാക്കിയതും അദ്ദേഹത്തിൻ്റെ മരുമകൻ തന്നെ ചതിച്ച് ശക്തമായ അഭിനയത്തിൽ NTRനെ തോൽപ്പിച്ചുകൊണ്ട് ഇന്ന് മുഖ്യമന്ത്രിയായി ഇന്നലെ മെനിഞ്ഞാന്നു സത്യപ്രതിജ്ഞ ചെയ്തതും നമ്മുടെ പ്രധാനമന്ത്രി പോയി കെട്ടിപ്പിടിച്ചു. ഈ കെട്ടിപ്പിടുത്തം, മൽപ്പിടുത്തം, പിടിച്ചുവലി ഒക്കെ അഭിനയത്തിൻ്റെ ഭാഗമാണ്. അതിനപ്പുറം ആത്മാർത്ഥത, നിഷ്കാമ കർമ്മം നമ്മൾ പ്രതീക്ഷിച്ചുവെങ്കിൽ നമ്മൾ സഹാര മരുഭൂമിയിൽ മഴ പ്രതീക്ഷിക്കുന്നതിന് തുല്യം. അപ്പം പണം, ആവശ്യത്തിലേറെ പ്രശസ്തി, അത് കിട്ടിയപ്പോൾ അധികാരമോഹം, അതൊക്കെ സ്വാഭാവികമായി മനുഷ്യൻ്റെ ട്രൈറ്റുമായി ബന്ധപ്പെട്ടാണ്. എന്തിനാണ് ഈ അമിത പണം, അമിത അധികാരം, അമിത പ്രശസ്തി എന്ന് ചോദിച്ചാൽ നമ്മുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടതാണ് ഇതൊക്കെ. ഈ ട്രൈറ്റിനെ നമ്മുടെ എന്താ പറയുക, ആവാസ വ്യവസ്ഥയിൽ അത് നമ്മെ നന്നായി പ്രോത്സാഹിപ്പിക്കുന്നു. നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകുന്ന ട്രൈറ്റുകളാണ് ഇവയെങ്കിൽ അതിൽ ചിലരൊക്കെ നന്നായി അഭിനയിച്ച് നമ്മെ പറ്റിക്കാനും നമ്മെ പിടിച്ചു നിർത്താനും കഴിവുണ്ട് എന്നതിൻ്റെ തെളിവാണ് കേരളത്തിൽ ആദ്യമായി സുരേഷ് ഗോപി എന്ന നടൻ നല്ല ഭൂരിപക്ഷത്തോടു കൂടി തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു വന്നത്. അദ്ദേഹം ജയിക്കുമെന്നും കേരളത്തിൻ്റെ സാംസ്കാരിക മനസ്സിനെ അടുത്തറിയാൻ ശ്രമിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ പോലും കരുതിയില്ല. പണ്ട് പ്രേം നസീർ അദ്ദേഹത്തിൻ്റെ ആളിയൻ തലേക്കുന്നിൽ ബഷീർ മുഖാന്തിരം കോൺഗ്രസിലേക്ക് ചേക്കേറാൻ ശ്രമിച്ചിരുന്നു. അന്നത് വിജയിച്ചില്ല. അതിൻ്റെ വിടവ് നികത്തിയത് ഇന്ന് നമ്മുടെ ഗോപിയാണ്. എൻ്റെ ഒരു ആശങ്ക, ഗോപി കേരളത്തിലെ മുഖ്യമന്ത്രി ആകാൻ പാകത്തിൽ വളർന്നു പന്തലിച്ചു വലുതാകുമോ എന്നാണ്. സാധ്യത കുറവെന്നാണ് ഇന്ന് ഒരു സുഹൃത്ത് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ. കാര്യം, ഈ കെ മുരളീധരൻ തൃശ്ശൂർ മത്സരിച്ചപ്പോൾ അദ്ദേഹം തോറ്റതല്ല, തോൽപ്പിച്ചതാണ്. അത് തോൽപ്പിച്ചത് നമ്മുടെ ഗോപിയും സുനിൽകുമാറുമല്ല, കോൺഗ്രസ്സുകാർ തന്നെ എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയൊക്കെ നമ്മൾ തോൽപ്പിക്കാൻ പറ്റിയ ആളുകളായ നേതാക്കൾ നമ്മുടെ കൂട്ടത്തിൽ. ശൈലജ ടീച്ചർ കേരളത്തിൻ്റെ എന്താ പറയുക, ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ആകുമെന്ന് കരുതിയ ആളുകളെയൊക്കെ നിരാശപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇപ്പം വടകരയിൽ പാർട്ടി തന്നെ അവരെ തോൽപ്പിച്ചു എന്നാണ്. അവരെ ഒരു എന്താ പറയുക, നിഷ്കാമ കർമ്മത്തിൽ നിന്ന് മണ്ഡലത്തിലേക്ക് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് രാഷ്ട്രീയക്കാരുടെ നിഷ്കാമ കർമ്മത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ചിരിച്ചു പോയതാണ്. അപ്പം അങ്ങനെ നമ്മുടെ സുരേഷ് ഗോപി നല്ല ഭൂരിപക്ഷത്തോട് ജയിച്ചു. എനിക്ക് സുരേഷ് ഗോപിയെ ഇഷ്ടമല്ല. കാര്യം, എന്നെ ഇഷ്ടമല്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നെയോ? അതെ. അതായത് അദ്ദേഹം അവിശ്വാസികളെ വെറുക്കുന്നു എന്ന് പറഞ്ഞു. എന്തുദ്ദേശിച്ച് പറഞ്ഞു എന്ന് എനിക്കറിയില്ല. ഈ അവിശ്വാസിയിൽപ്പെട്ട ആളാണ് ഞാൻ. അപ്പം എന്നെ ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക്, എന്നെ ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യന് ഞാൻ ഇഷ്ടപ്പെടേണ്ട കാര്യവുമില്ല. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഇതപര്യന്തമുള്ള വർത്തമാനങ്ങൾ, രീതികൾ, ചെയ്തികൾ, മടമ്പിത്തരം, താൻ പ്രമാണിത്വം, ഇതൊക്കെ ഒരു സാംസ്കാരികപരമല്ല എന്നൊരു ധാരണയുള്ള ആളായതുകൊണ്ട് എനിക്ക് സുരേഷ് ഗോപിയെ ഇഷ്ടമല്ല. അദ്ദേഹത്തിൻ്റെ ജയം കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിലെ ഒരു അപജയമായി തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. അങ്ങനത്തെ അപജയങ്ങളെ പേരിൽ തന്നെയാണ് ഇന്ത്യയും കേരളവും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജാതി ചിന്ത അത് പ്രബലമാണ് നമ്മളുടെ സമൂഹത്തിനകത്ത്. നമ്മൾ അറിയാതെ അന്തർധാരയായി. ഈ അന്തർധാര മുഗൾധാരയെ വരെ നിഷ്കാമകർമ്മം ചെയ്യിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുമെന്ന ഘടകം മറന്നുകൊണ്ടല്ല ഇവിടെ സംസാരിക്കും. ഇദ്ദേഹം MP ആയി തീർന്നതിന് ശേഷം സഞ്ചരിക്കുന്ന വാഹനത്തിൻ്റെ ഡ്രൈവറെ തല്ലി. അതൊക്കെ വൈറൽ ആയില്ല, ഞാൻ കണ്ടു. അതായത് തൻ്റെ കീഴിൽ പണിയെടുക്കുന്ന ഒരു ഭൃത്യനെ തനിക്കിഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തി ചെയ്തു എന്നതിൻ്റെ പേരിൽ തല്ലുന്ന ഒരു മനുഷ്യൻ്റെ മാനവികതാ ബോധം. ഈ 2024 ഒരുത്തൻ മറ്റൊരുത്തനെ തല്ലുമ്പോൾ ആ തല്ലുന്നവൻ്റെ മനോഭാവം
അത്ര ഉത്കൃഷ്ടമെന്ന് എനിക്കൊരിക്കലും തോന്നില്ല. ഇദ്ദേഹം മന്ത്രി പദവി സ്വീകരിച്ചതിന് ശേഷം പുറത്തു വന്നപ്പോൾ മീഡിയ വൺ ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ മൈക്കുമായി ചെന്നു. ഈ മീഡിയ വൺ BJPയുടെ ഒരു മൂത്താപ്പയായിട്ട് വരും, അതായത് ജമാഅത്തെ ഇസ്ലാമി. ഇവരൊക്കെ ഒരേ എന്താ പറയുക, ഒരേ കുട്ടയിലെ ഊറി വന്ന സാധനങ്ങൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാത്ത ആളാണ് ഞാൻ. അപ്പം അവരോട് കയർത്ത് സംസാരിക്കുകയാണ്. അയാൾ പറയാത്ത വാക്ക് അയാളിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട്, ഓർമ്മക്കുറവ് കൊണ്ടായിരിക്കാം പോലും എന്നൊരു വാക്കിനെ ഉപയോഗിക്കും, സഹമന്ത്രി പോലും. പക്ഷേ സുരേഷ് ഗോപിയുടെ വർത്തമാനത്തിൽ നിന്ന് അയാൾക്ക് കടുത്ത അതൃപ്തിയുണ്ട് എന്ന് വായിച്ചെടുക്കാൻ ഗോതമ്പാഹാരം കഴിച്ചാലും മതി. ഞാനിപ്പം രാത്രി എന്താ പറയുക, ഗോതമ്പോ അല്ലെങ്കിൽ ഓട്സോ കഴിക്കുന്ന ആളാണ്. എനിക്ക് പോലും സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി കിട്ടാത്തതിൽ കടുത്ത അതൃപ്തിയുണ്ട് എന്ന് ബോധ്യപ്പെട്ടു. എന്നെ അങ്ങ് വിടൂ, ഞാൻ പോയി സിനിമയിൽ അഭിനയിച്ചോട്ടെ. ഇദ്ദേഹം സിനിമയിൽ അഭിനയിക്കാൻ നേരത്തെ കാൾ ഷീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതറിയില്ലേ? ഇദ്ദേഹത്തെ മന്ത്രിയായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അവരോട് പറയാമല്ലോ, എന്നെ നിങ്ങൾ പ്രഖ്യാപിക്കണ്ട, എനിക്ക് വേറെ തൊഴിലുണ്ട്, ആ തൊഴിൽ ചെയ്യാൻ എന്നെ അനുവദിക്കൂ. പറഞ്ഞില്ല. അപ്പം എന്നെ ക്യാബിനറ്റ് മന്ത്രിയാക്കണം. എങ്ങനെ? എൻ്റെ കീഴിൽ ചൊൽപ്പടിക്ക് നിൽക്കുന്ന 20 പേരെങ്കിലും വേണം. ഈ ചൊൽപ്പടിക്ക് നിൽക്കുക എന്നുള്ള വാക്കുണ്ടല്ലോ, ഒരു ആധുനിക പൗരന് ചേർന്ന വർത്തമാനേ അല്ല ചൊൽപ്പടിക്ക് നിൽക്കുക എന്നുള്ളത്. എന്തിനാണ് ചൊൽപ്പടിക്ക് നിൽക്കേണ്ടത്? ഇപ്പം O രാജഗോപാൽ കേരളത്തിലെ റെയിൽവേ മന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം ഒരുപാട് കാര്യം റെയിൽവേയിൽ ചെയ്തു എന്ന് പറയപ്പെടുന്നുണ്ട്. എന്താണ് ഈ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളത്? റെയിൽവേയിൽ ഞാൻ യാത്ര ചെയ്യണമെങ്കിൽ എനിക്ക് ഒരു സൗജന്യവുമില്ല, അവർ നിശ്ചയിക്കുന്ന ടിക്കറ്റ് ഞാൻ എടുത്തേ പറ്റും. എന്നാൽ ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ സൗകര്യങ്ങൾ അവർ ഒരുക്കി തരുമോ? സേവനമാണ്, നിഷ്കാമ കർമ്മമാണ് റെയിൽവേ ഇന്ത്യൻ ജനതയോട് ചെയ്തു. ഞാനിപ്പം ബാംഗ്ലൂരോ കൊച്ചിയിലോ അല്ലെങ്കിൽ മുംബൈയിലോ പോകാൻ തീരുമാനിക്കുന്നു. നാളത്തെ ട്രെയിനിൽ സൗകര്യപ്രദമായി യാത്ര ചെയ്യാനുള്ള ഒരു ടിക്കറ്റ് എനിക്ക് കിട്ടില്ല. പണ്ട് എനിക്ക് ആര്യശാലയിൽ ഒരു കടയുണ്ടായിരുന്നു, ഒരു ഇലക്ട്രിക്കൽ ഷോപ്പ്. അത് ഞാൻ അന്ന് ക്ലോസ് ചെയ്തിട്ട് 2002 ശ്രീകാര്യത്ത് ആ കട മാറ്റി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ആ ഉദ്യമത്തെ ഞാൻ എൻ്റെ ഈ ആര്യശാലയിലെ കടയിലെ ടെലഫോൺ അങ്ങോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് എടുത്ത ശ്രമമുണ്ടല്ലോ, ഒരു 1000 കോളെങ്കിലും ഞാൻ ചെയ്തിരിക്കും ഉദ്യോഗസ്ഥന്മാരോട്. നടക്കാത്തത് കൊണ്ട് നേരിട്ട് ചെന്ന് പറഞ്ഞു, എനിക്ക് ഈ നമ്പരൊന്ന് മാറ്റി ആ സ്ഥലത്തേക്ക്. വല്ലാതെ പ്രയാസപ്പെട്ട്, നമ്മൾ ഈ ഇടയ്ക്ക് ഒരു ആന 2 കുട്ടിയെ പ്രസവിച്ചല്ലോ, അതുപോലെ ആനയെ കൊണ്ട് 2 കുട്ടിയെ പ്രസവിപ്പിച്ചിട്ടാണ് ഞാൻ ആ ടെലഫോൺ നമ്പർ മാറ്റിയത്. ഞാൻ 2004 ആ കടയും മതിയാക്കി പുറത്തു വരുമ്പോൾ എൻ്റെ പോക്കറ്റിൽ റിലയൻസിൻ്റെ ഫോൺ ഉണ്ടായിരുന്നു. റിലയൻസിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് വന്നൊരു ഫോൺ തന്നിട്ട്, ഇത് നിങ്ങൾ എടുക്കും, ഒരുപാട് സൗജന്യങ്ങളുണ്ട്, ഒരുപാട് സൗകര്യങ്ങളുണ്ട്, തുച്ഛമായ കാശും. ഞാൻ ആ ഫോൺ എടുത്തു. എൻ്റെ ടെലഫോൺസിലെ PNDയിലെ പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആ ഫോൺ ഞാൻ ഉപേക്ഷിച്ചു. കാര്യം, ഞാൻ ഈ പറയുന്ന സേവനത്തിൻ്റെ രീതികൾ പറയുകയാണ്. നാളെയോ മറ്റന്നാളോ എനിക്ക് മുംബൈയിൽ പോകാൻ ഒരു ട്രെയിൻ ടിക്കറ്റ് കിട്ടില്ല. എങ്ങനെ? എൻ്റെ ടെലഫോൺ മാറ്റിത്തരാത്തതുപോലെ. നിഷ്കാമ കർമ്മമാണ് അത്. ലാഭേച്ഛയോടുകൂടി പ്രവർത്തിക്കുന്ന മേഖലയിൽ ആളുകളെ ഏൽപ്പിച്ചാൽ എനിക്ക് സൗകര്യം വർദ്ധിക്കും. ഈ നിഷ്കാമകർമ്മം ചെയ്യുമ്പോഴാണ് 2G സ്കാം ഉണ്ടായത്. നിഷ്കാമകർമ്മത്തിൻ്റെ, അതായത് ഈ ടെലഫോണുമായി ബന്ധപ്പെട്ട വിഷയമാണ് 2G സ്കാം. അപ്പോൾ നിഷ്കാമകർമ്മത്തിൻ്റെ രീതിയാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നതെങ്കിൽ, നമ്മുടെ ഈ സുരേഷ് ഗോപിക്ക് നിഷ്കാമ കർമ്മം ചെയ്യാനായിട്ട് ഈ ചോൽപ്പടിക്ക് നിൽക്കുന്ന പാദം നക്കികളായ 20 പേരെ വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഡ്രൈവറെ തല്ലി,
തല്ലാൻ ഭാഗത്തിൽ എനിക്ക് 20 ആളുകളെ കൂടെ വേണം. IAS ഉദ്യോഗസ്ഥൻ, കീഴ് മന്ത്രി തുടങ്ങിയ ആളുകൾ. ഇദ്ദേഹത്തിൻ്റെ മനോഭാവത്തിൽ മോഹൻ ഭഗവത് പറഞ്ഞ നിഷ്കാമ കർമ്മത്തിൻ്റെ ഏതെങ്കിലും ഒരു ഇഞ്ച്, ഒരു കളഞ്ചി ഉണ്ടെങ്കിൽ ഇദ്ദേഹം ഇത് പറയും. ഇദ്ദേഹം സിനിമാ താരമായി നിറഞ്ഞാടി നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സൗകര്യാർത്ഥം വാങ്ങിച്ച വണ്ടിയുടെ ടാക്സ് എവേഷന് വേണ്ടിയിട്ട് പോണ്ടിച്ചേരിയിൽ വണ്ടി രജിസ്റ്റർ ചെയ്ത വിദ്വാനാണ്. ഇദ്ദേഹത്തിനോടുകൂടിയാണ് നമ്മുടെ മോഹൻ ഭഗവത് അവകാശപ്പെടുന്നത്, ആവശ്യപ്പെടുന്നത്, നിർദ്ദേശിക്കുന്നത് നിഷ്കാമ കർമ്മം ചെയ്യണമെന്ന്. ചെയ്യുമോ? ചെയ്യും. നിഷ്കാമ കർമ്മം ഞാൻ എനിക്ക് വേണ്ടി തന്നെ ആയിരിക്കും എന്ന ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണെങ്കിലും ഇപ്പം നമ്മുടെ ആക്രി പണിക്കർ, അതാരാ? ശ്രീജിത്ത് പണിക്കർ തന്നെ. അങ്ങനെ വിളിക്കാമോ? ഞാൻ വിളിച്ചതല്ല. BJPയുടെ സംസ്ഥാന ഘടകത്തിൻ്റെ പ്രസിഡൻ്റായ ഉള്ളിജി സുരേന്ദ്രൻജി വിളിച്ചതാണ്. ആക്രി പണിക്കർ, കള്ളപ്പണിക്കർ. അദ്ദേഹത്തിൻ്റെ ആരോപണം സുരേന്ദ്രൻജി നിഷ്കാമ കർമ്മത്തിൻ്റെ ഭാഗമായി സുരേഷ് ഗോപിജി കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായതിൽ നിന്നും പാലം വലിച്ചു എന്നാണ്. ഇവർ തമ്മിലുള്ള നിഷ്കാമ കർമ്മത്തിൻ്റെ ആ ഒരു എന്താ പറയുക, തോത്, വാഞ്ച, ആഗ്രഹം, തീർത്താൽ തീരാത്ത കടപ്പ്, അതൊക്കെ നോക്കൂ. സ്വന്തം പാർട്ടിയിലെ ജയിച്ചു വന്ന MP ക്യാബിനറ്റ് മന്ത്രിയാകാതിരിക്കാൻ വേണ്ടിയിട്ട് പാലം വലിച്ചു എന്ന് ആക്രി പണിക്കർ ഉള്ളിജിയെ കുറിച്ച് ആരോപണം ഉന്നയിക്കുന്നു. ആക്രി പണിക്കർ, കള്ളപ്പണിക്കർ വെറുതെ വിടുവോ? അദ്ദേഹം പോസ്റ്റ് ഇട്ടു. ഉള്ളിജി മറ്റൊരു വാക്കുകൂടെ ഉപയോഗിച്ചു, വട്ടജി, ഗണപതി വട്ടജി. അതിൽ ഗണപതി അങ്ങെടുത്ത് മാറ്റിയാൽ വട്ടുജി. നിഷ്കാമ കർമ്മത്തിൻ്റെ ഭാഗമായി നമ്മുടെ പണിക്കർജി ഉള്ളിജിയെ വിളിച്ചതാണ് വട്ടുജി എന്ന്. വട്ടുജിയോട് പറഞ്ഞത്, ഗണപതി വട്ടുജി, നിങ്ങളുടെ മകൻ്റെ പുറംവാതൽ നിയമനത്തെ ഞാൻ എതിർത്തത് കൊണ്ടല്ലേ എന്നെ നിങ്ങൾ ആക്രിജി എന്ന് വിളിക്കുന്നത്, ആക്രിപ്പണിക്കർ എന്ന് വിളിക്കുന്നത്, കള്ളപ്പണിക്കർ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ കാണിച്ച ഇതുവരെയും തമ്മിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഈ പാർട്ടിക്ക് ദോഷമുണ്ടാക്കിയതാണ്. എങ്ങനെ ദോഷമുണ്ടാക്കി? സുരേന്ദ്രൻ പാർട്ടി പ്രസിഡന്റായി തുടരവെയാണ് ഇന്ന് BJPയുടെ വോട്ട് ഷെയർ താഴെത്തട്ടിൽ നിന്ന് ഏകദേശം 20% എത്തി നിൽക്കുന്നത്. അപ്പോഴാണ് നിഷ്പക്ഷ നിരീക്ഷകരായ, ഈ നിഷ്പക്ഷ എന്ന് പറയുമ്പോൾ ഇത് നിഷ്കാമ കർമ്മത്തിൻ്റെ മറ്റൊരു പേരാണ് കേട്ടോ, നിഷ്പക്ഷൻ. ഒരു പക്ഷവും ഇല്ലാത്തവനെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അദ്ദേഹം തന്നെ പോസ്റ്റിട്ട് പറഞ്ഞ കാര്യം, BJPക്ക് വേണ്ടി ഞാൻ ചെയ്തതുപോലെ ഉള്ളിജി നിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. അപ്പം നിഷ്കാമ കർമ്മവും ഈ നിഷ്പക്ഷതയൊക്കെ എത്രത്തോളം ഉദാത്തമെന്നും അതൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ പിന്തുടരണമെന്നും ഈ പറഞ്ഞ വർത്തമാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുമല്ലോ എന്നുള്ളത്. അതായത് കൂടെ നിൽക്കുന്നവനോട് പോലും ഒരു തരിമണിക്ക് സ്നേഹമില്ലാത്ത ആളുകൾ നിങ്ങളെയും എന്നെയും സ്നേഹിക്കും. നിങ്ങളെയും എന്നെയും സേവിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമെന്ന്, നിഷ്കാമകർമ്മം ചെയ്യുമെന്ന് നിങ്ങൾ ധരിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ബുദ്ധിക്ക് എന്തോ സാരമായ തകരാറുണ്ട് എന്നാണ് എൻ്റെ കണക്ക്. ഇത് ഞാൻ ഈ പറയുന്ന ഒരു പാർട്ടിയുടെ കാര്യമല്ല, മിക്കവാറും എല്ലാ പാർട്ടികളെക്കുറിച്ചും ഏകദേശ ധാരണ എനിക്ക് ഇങ്ങനെയാണുള്ളത്. ഇതിനകത്ത് മറ്റൊരു ട്വിസ്റ്റ് കൂടെ ഉണ്ട്, അത് പറയാതിരിക്കാനാവില്ല കേട്ടോ. ഇപ്പം ഒരു ആത്മരതിയുടെ ഘടകമുണ്ട്. ചിലർക്ക് ചില ജോലി ചെയ്ത് കഴിഞ്ഞാൽ നന്നായി ആത്മരതി കിട്ടും. വീട്ടിൽ അടുപ്പ് പുകയുമെങ്കിൽ, പച്ചരി വേവുമെങ്കിൽ ആത്മരതിക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടാൻ
വലിയ പ്രയാസം ഉണ്ടാവില്ല. അങ്ങനെ ആത്മരതിക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട കുറേ ആളുകളെങ്കിലും രാഷ്ട്രീയ രംഗത്തുള്ളപ്പോഴാണ് ഈ നിഷ്കാമകർമ്മത്തിൻ്റെ എവിടെയെങ്കിലും കർമ്മപദം നമുക്ക് കാണാൻ സാധിച്ചെന്ന് വരുന്നത്. അതാണ് ചില നേതാക്കളെക്കുറിച്ചുള്ള നമ്മുടെ വർത്തമാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കണക്കുകൾ ഇരിപ്പുള്ളത്. അപ്പം ഭട്ടുജിയെക്കുറിച്ച് ആക്രിജി പറഞ്ഞത്, നിങ്ങളുടെ ബുദ്ധിശൂന്യത ഈ പാർട്ടിക്ക് ഒരുപാട് ദോഷം വരുത്തി വെച്ചു. എന്താ ദോഷം? 20% വരെ വോട്ടർമാരുടെ പോളാകുന്ന വോട്ടിൻ്റെ പങ്ക് പിടിച്ചു പറ്റിയത് ബുദ്ധിശൂന്യമായി പോയി എന്നാണ് നമ്മുടെ ആക്രിജി കള്ളപ്പണിക്കർജി നിഷ്കാമകർമ്മിയായ നമ്മുടെ സുരേന്ദ്രൻജിയെ കുറിച്ച് പറഞ്ഞത്. ഈ നിഷ്കാമകർമ്മത്തിൻ്റെ ഭാഗമായി തന്നെയാണ് സ്വന്തം മകൻ്റെ പിൻവാതിൽ നിയമനം. എന്താണെന്ന് എനിക്കറിയില്ല. നെപ്പോട്ടിസം, സ്വജനപക്ഷപാതം നടത്തി. സ്വജനപക്ഷപാതം കാണിക്കുന്നതിൽ നമ്മുടെ ദുബായ് സ്ഥാപനമാണ് എക്സാലോജിക്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. നിഷ്കാമകർമ്മത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ എക്സാലോജിക്കൊക്കെ കടന്നു വരുന്നത്. അങ്ങനെ ഒരുപാട് ഉടനീളം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ MGR തുടങ്ങിയുള്ള നിഷ്കാമകർമ്മത്തിൻ്റെ പടവുകളും പ്രതലങ്ങളും കണ്ട് നമ്മൾ ഉൾപ്പുളകിതരായി ഇവരെയൊക്കെ കണ്ടാൽ സാഷ്ടാംഗം നമ്മുടെ അമ്മയുടെ കാൽക്കൽ വീണതുപോലെ കാൽക്കൽ വീണ് പാദം നക്കികളായി തീരേണ്ടതാണ്. കാര്യം അത്രത്തോളം അവരുടെ നിഷ്കാമകർമ്മത്തിൻ്റെ തോത് നമ്മെ പിടിച്ചുലയ്ക്കുന്നതാണ്. നമ്മൾ തലതല്ലി ചാകേണ്ടവരാണ് ഇവരെക്കുറിച്ച് ആലോചിക്കും. അത്രത്തോളം എന്താ പറയുക, നമ്മോടുള്ള സ്നേഹം മുറ്റി, തൃശ്ശൂർക്കാരോടുള്ള സ്നേഹം മുറ്റി തല പൊട്ടിപ്പോകുന്ന അവസ്ഥയിലാണ് നമ്മുടെ സുരേഷ് ഗോപി എങ്കിൽ ഇത് തന്നെയാണ് ഒട്ടുമിക്ക നമ്മുടെ MP MLA മാരുടെയൊക്കെ അവസ്ഥ. മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, പിന്നെ ഇപ്പം കേന്ദ്ര ക്യാബിനറ്റിൽ 20 മന്ത്രിമാർ, കേന്ദ്ര മന്ത്രിസഭയിലെ 20 മന്ത്രിമാർ പ്രധാനികളുടെ മക്കളാണ്. നെപ്പോട്ടിസം. ഈ മന്ത്രിസഭയെ പിന്താങ്ങിക്കൊണ്ടാണ് ആക്രിജി നമ്മുടെ ഉള്ളിജിയെ കുറ്റം പറയുന്നത്. അന്തസ്സുണ്ടെങ്കിൽ പറയേണ്ടത് 20 ഈ മക്കൾ മന്ത്രിമാർ അല്ലെങ്കിൽ മരുമക്കൾ മന്ത്രിമാർ. NT രാമറാവു നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ അമ്മാവനാണ്, നെപ്പോട്ടിസമാണ്. നമ്മുടെ ചന്ദ്രബാബു നായിഡുവിൻ്റെ അമ്മാവനാണ്, നെപ്പോട്ടിസമാണ്. കഴിവുള്ള ആളുകൾ രാഷ്ട്രീയത്തിൽ ഉയർന്നു വരാൻ നമ്മൾ എതിരല്ല. പക്ഷെ ഒരു കഴിവുമില്ലാത്ത ആളുകൾ ഇതിൻ്റെ പേരിൽ ഇങ്ങനെ പൊന്തി ജയിച്ചു വന്ന് പിൻവാതിൽ നിയമങ്ങൾ നേടുമ്പോൾ നിഷ്കാമകർമ്മത്തിൻ്റെ ഒരു തോത് നമ്മൾ അളക്കാൻ വേണ്ടി വൃദ്ധാശ്രമം നടത്തിപ്പോകുന്നു എന്നുള്ളതാണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എൻ്റെ മണ്ഡലത്തിൽ മത്സരിച്ച രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം എല്ലാം നടക്കുന്നു, ഇനി എല്ലാം നടക്കും. ഇതുവരെ ഒന്നും നടന്നില്ല. നിഷ്കാമകർമ്മത്തിനായി ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ കെട്ടിയിറക്കപ്പെട്ടിരിക്കുകയാണ്. എന്തിനാണ്? എല്ലാം നടക്കും. ആർക്കാ എല്ലാം നടക്കുക? നിങ്ങൾക്ക്. കാരണം ഞാനൊരു നിഷ്കാമകർമ്മിയാണ്. ഞാൻ ഇതുവരെ എന്ത് ചെയ്തു? ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്. ചെയ്തതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇപ്പോൾ ഏഷ്യാനെറ്റ് വളരെ പ്രബലവും പ്രസിദ്ധവും ഇഷ്ടപ്പെട്ട രീതിയിൽ പ്രവർത്തിച്ചു വന്ന ഏഷ്യാനെറ്റിൻ്റെ സിന്ധു സൂര്യകുമാർ നല്ല ഒരു ലേഖക, എനിക്കെല്ലാം ഇഷ്ടം. ചടുലമായ വാക്കുകളോടുകൂടി മിതമായ ഭാഷയിൽ ശക്തമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ നടത്തിയ പത്രപ്രവർത്തനം ഒരു മാതൃകാ പത്രപ്രവർത്തനമായി ഈ അടുത്ത കാലം വരെ ഞാൻ കണ്ടിരുന്നു. ഇവരെ പിടിച്ചുകൊണ്ടിരുത്തി പ്രധാനമന്ത്രിയുടെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി അവര് കാൽക്കൽ വീണില്ലെങ്കിലും അതിനേക്കാൾ ഗതികെട്ടതിൽ മനസ്സിനെ കാൽക്കൽ വീഴ്ത്തിക്കൊണ്ടാണ് ആ ഒരു ലേഖിക അവിടെ എടുത്ത ഒരു വേഷമുണ്ടല്ലോ. ഈ ചന്ദ്രശേഖരൻ്റെ കീഴിൽ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി തന്നെയാണ് അത്. അദ്ദേഹം രാഷ്ട്രീയ രംഗപ്രവേശനം ചെയ്ത് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വരുമ്പോൾ ഏഷ്യാനെറ്റിനെ കുറ്റം പറയാൻ പറ്റില്ല. ഈ അടുത്ത കാലം വരെ, അതായത് ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ രാഷ്ട്രീയ പ്രവേശനം തുടങ്ങി
ഈ മത്സരരംഗത്ത് വന്നത് വരെയുള്ള ഏഷ്യാനെറ്റിൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്തുമ്പോൾ മാർക്കറ്റിനെ ഉദ്ദേശിച്ചെങ്കിലും അല്ലെങ്കിൽ സ്വതസിദ്ധമായ രീതിയിൽ ശക്തമായ ഒരു പ്രതിപക്ഷമായി തന്നെ പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനം പൊടുന്നനവേ സിന്ധു സൂര്യകുമാർ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ വായനക്കാതെ ചോദിക്കപ്പെടേണ്ട ചോദ്യങ്ങൾ മാത്രം ചോദിച്ചുകൊണ്ട് മനസ്സിൽ തോന്നിയ ചോദ്യങ്ങളെ ചോദിക്കാതെ അടക്കി നിഷ്കാമകർമ്മം ചെയ്തതിൻ്റെ ചിത്രത്തിലൂടെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നത് നമ്മൾ കണ്ടത്. അതാണ് രാജീവ് ചന്ദ്രശേഖർ തൻ്റെ നിഷ്കാമകർമ്മമായി മലയാളിക്ക് നൽകിയ സമ്മാനം. ഇദ്ദേഹം കേന്ദ്ര ക്യാബിനറ്റ് രൂപീകരിച്ച അന്ന് തന്നെ പറയുന്നു, ഞാൻ പൊതുപ്രവർത്തനം നിർത്തുന്നു. എന്താ കാര്യം? മന്ത്രിസഭയിൽ അംഗമാകാൻ പറ്റിയില്ല. എനിക്ക് നിഷ്കാമകർമ്മം ചെയ്യാനുള്ള പഴുതുകൾ ഉണ്ടായില്ല, അടച്ചുകളഞ്ഞു. അതുകൊണ്ട് ഇനി നിന്നെയൊക്കെ സേവിക്കുന്ന നിഷ്കാമകർമ്മത്തിന് ഞാനില്ല. ഏതുപോലെ നമ്മുടെ സുരേഷ് ഗോപിജി, ഞാനിനി സിനിമയെ നോക്കി പോകാൻ പോവുകയാണ്. തൃശ്ശൂർ എന്നെ ഞാൻ ഇങ്ങെടുത്തു എങ്കിലും ഞാൻ അങ്ങ് കളയുകയാണ്. എന്നെ മന്ത്രിയാക്കണ്ട, എന്നെ സഹമന്ത്രിയാക്കണ്ട പോലും. ഇതാണ് നിഷ്കാമ മണ്ഡലമെങ്കിൽ ഇവർ തമ്മിലെങ്കിലും സുരേഷ് ജിയും നമ്മുടെ രാജീവ് ചന്ദ്രശേഖരും നമ്മുടെ ആക്രി പണിക്കർജിയും ഉള്ളിജിയും ഒക്കെ പരസ്പരം എങ്കിലും ഒരു തരി നിഷ്കാമകർമ്മം ചെയ്യുമോ എൻ്റെ സുഹൃത്തുക്കളെ? ഇവർക്ക് പരസ്പരം സ്നേഹിക്കാൻ പറ്റുമോ? നമ്മുടെ ശൈലജ ടീച്ചറെ നമ്മുടെ മുഖ്യമന്ത്രി സ്നേഹിക്കുമോ? കാലുവാരുമോ? കാലുവാരികളാണ്. കാലുവാരി നിഷ്കാമകർമ്മം ചെയ്യുന്ന നിഷ്കർമ്മികളായ ഈ നേതാക്കളെ കിട്ടിയതിൽ ജഗദീശനോട് അങ്ങേയറ്റം നിഷ്കാമകർമ്മിയായി അമ്മയുടെ കാലിൽ സാഷ്ടാംഗം വീണുകൊണ്ട് മറ്റൊരു അധ്യായത്തിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.